नाम क्या हिंदी में? इसका नाम है हीसोई। हीसोई, हीसोई എന്ന പേരുള്ള ഒരു ഫ്രൂട്ടാണ്. ഗുഡ് മോർണിംഗ് ഫ്രം ഓലി. ഓലിയിലെ ഒരു വെളുപ്പാങ്കാലമാണിത്. സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല വെളിച്ചമാണ് ഇവിടെ ചുറ്റുപാടും. രാവിലെ തന്നെ ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ മുന്നിലുള്ള ഭൂമിയിൽ ഒരു സ്ത്രീ നിന്ന് പണി ചെയ്യുന്നു. ഇപ്പോൾ രാജ്മ പോലുള്ള പയർവർഗ്ഗങ്ങൾ നടാനുള്ള സമയമാണ്. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഭാര്യയും ഭർത്താവും അടങ്ങിയ ഈ കുടുംബം രാവിലെ തന്നെ കൃഷിക്കിറങ്ങിയിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മികൾക്ക് നല്ല ചൂടാണ്. അതും ഒരു കാരണമാകാം രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ കൃഷിഭൂമിയിൽ ഇറങ്ങുവാൻ. നമ്മളിപ്പം ഇന്ന് ഓലിയിലേക്ക് നടക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് നമുക്ക് ടാക്സി പിടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ പതുക്കെ നടന്നു പോയാൽ നമുക്ക് ഈ സറൗണ്ടിങ്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഓലി ഒന്ന് കാണാം. അതിനുവേണ്ടി നമ്മൾ പതുക്കെ നടന്നു പോവാണ്. മഞ്ഞുകാലത്ത് മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന വഴികളാണ്. ചെറിയ വഴിയാണ്. അപ്പം നടന്നു പോയാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്താം. തിരിച്ച് 1 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പം ഒരു 2-2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം സ്ഥലവും കാണാം. വാ, നമുക്ക് ഓലിയിലേക്ക് പോകാം. स्पाइडरमैन बस इतना ही आपको पता है? हाँ, कहाँ रहता है? ये लोकल है। नीचे रहता है कोटद्वार। अच्छा, कोटद्वार में ये पढ़ाई करने जा रहा है। कोटद्वार जाता है, डेली जाता है इधर से? नहीं, आजकल छुट्टी है ना। हाँ, हॉस्टल में छोड़ दिया उधर? नहीं, हॉस्टल में नहीं, इसका नानी का घर है ना उधर. ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ അമ്മൂമ്മയും കൊച്ചുമകനെയും കണ്ടത്. അവധിക്കാലമായതുകൊണ്ട് കൊച്ചുമകൻ അമ്മൂമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. खाते हैं ना. अच्छा, इसमें खाता है? फल है ये, एक ना जंगली फल है ये. अच्छा, ये खा सकता है ना? ये കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്, നമുക്ക് കഴിക്കാം. നാം क्या हिंदी में? इसका नाम है हीसोई. हीसोई, हीसोई എന്ന പേരുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കാൻ പറ്റുക. മൾബറിയുടെ ഷേപ്പിലുള്ള ഹീസോയി എന്ന ഈ കാട്ടുപഴം ഇവിടെ വഴിയരികിൽ പലയിടത്തും ഞങ്ങൾ കണ്ടു. ഓലിയിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ പുഷ്പാദേവി എന്നും കൽപ്പാദേവി എന്നും പേരുള്ള 2 അമ്മമാരെ പരിചയപ്പെട്ടത്. പ്രസാദ്, അച്ഛാ. ये वहाँ का प्रसाद है. अच्छा, कार्तिक स्वामी. अच्छा, ले लेंगे, मैं ले लेंगे. आपका नाम क्या है? नाम? हाँ, क्या नाम बोलना यार बेटा? क्या नाम है? पुष्पा देवी. पुष्पा देवी. और आपका? मेरा नाम हाँ, कल्पी देवी. കൽപ്പി ദേവി. आप इधर ही रहता है ना? കൃഷിയാണ് ഇവിടെ പ്രധാന ഉപജീവന മാർഗം. കൃഷിഭൂമി എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ള മല ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് അവരുടെ കൃഷിഭൂമി എന്ന്. खेती करते हैं तो ऐसे ही जिम्मेदार किसान लोग हैं हम. किसान लोग है ना. ये दुकान किसका है? हमारी है. आज बंद है. बंद नहीं है, बहू है घर में. बहू दे सामान चाहिए. नहीं, वैसे पूछ रहा, वापस आके ले लेंगे कुछ ना कुछ. हाँ, आप तो ऑल मिलेंगे दुकान, यहाँ नहीं मिलेंगे ना आपको. हाँ, हमने पानी ले लिया, हमने खाना खा लिया था. हाँ, ठीक है, ठीक है. नाश्ता तो कर लिया? कर लिया हमने.
ഓലിയിലേക്കുള്ള വഴിയിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ആപ്പിളും അതുപോലെ മറ്റുള്ള ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടു. ആപ്പിളിൻ്റെ വിളവെടുപ്പ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. അങ്ങനെ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സൊറ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മൂമ്മമാരെ വിട്ടിട്ട് ഞങ്ങൾ ഓലിയിലേക്ക് നടന്നു. അങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് എടുക്കാൻ വയ്യാത്ത ചൂണ്ടുമായി നടന്നു വരുന്ന ഈ സ്ത്രീയെയും കുട്ടിയെയും കണ്ടത്. गाय के लिए लेके गाय के लिए ना ऊपर से हाँ काफी मेहनत है ना सुबह എടുക്കാൻ വയ്യാത്ത ചൂടുമായി കടന്നു പോകുന്ന ആ സ്ത്രീയും കുട്ടിയും ഓലിയുടെ നേർചിത്രമാണ് നമുക്ക് തന്നത്. പശു വളർത്തലും കൃഷിയുമൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം. कल इनसे मिले थे हम गाय से नीचे था ना नीचे कल नीचे से आ रहा था ऊपर से ധാരാളം കായ്കൾ പേർ നിൽക്കുന്ന ഒരു അക്രൂട്ടിൻ്റെ മരം. അടുത്ത 2 മാസത്തിനുള്ളിൽ അക്രൂട്ടിൻ്റെയും വിളവെടുക്കാമെന്ന് ഗ്രാമീണർ ഞങ്ങളോട് പറഞ്ഞു. ഒരുമാതിരി നല്ല കയറ്റമാണ് ഞങ്ങൾ ഈ കയറി പോകുന്നത്. ഇച്ചിരി ഓക്സിജൻ ലെവൽ കുറവായുണ്ട് അടയ്ക്കും. പുറത്തേക്ക് പോയി തണുത്താണെങ്കിലും നടക്കുന്നതുകൊണ്ട് ദേഹം ശരിക്കും വേർത്തിരിക്കും. അതുകൊണ്ട് സെറ്ററൊക്കെ ഊരി കൈ പിടിക്കേണ്ട അവസ്ഥയായത്. കണ്ടില്ല, വളരെ ശാന്തമായ സ്ഥലങ്ങളാണ്. തൊട്ടപ്പുറത്ത് കാടാണ്. ഇതിൻ്റെ അകത്ത് പൈൻ മരമാണ് നിൽക്കുന്നത്. ദേവദാരു കാണുന്നില്ല. ദേവദാരു അത് ചീരാണോ ദേവദാരുവാണോ? ദേവദാരു അല്ലേ? ഇതാ ഒരു ദേവദാരു നിൽപ്പുണ്ട് ഇവിടെ. ഇത് ആ കാണുന്ന ദേവദാരുവാണ്. ഇത് പൈൻ. പൈൻ്റെ പല വെറൈറ്റി നിൽപ്പുണ്ട്. പൈനൊക്കെ കുറച്ചൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നൊരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്ന വഴിക്ക് കുറച്ച് ഫോറസ്റ്റ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ മഴ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ വർഷം ചൂട് കൂടിയുകൊണ്ട് ഒരുപാട് ഫോറസ്റ്റ് ഫയർ ഉണ്ടായിരുന്നു പറയുന്നത്. ഓക്കെ കേട്ടോ. 2011 ഇന്ത്യ ഗവൺമെൻറ് സെൻസസ് അനുസരിച്ചിട്ട് ഓലിയിലെ ആകെ ജനസംഖ്യ 299 മാത്രമാണ്. ഏതാണ്ട് 34 വീടുകളേ ഉള്ളൂ ഓലി എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ. അതുകൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യം ധാരാളം കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഓലി. പക്ഷേ ടൂറിസവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹോട്ടലുകൾ ഇപ്പോൾ ഈ സ്ഥലത്ത് വരുന്നുണ്ട്. കുറെ കൂടെ നടന്ന് മുന്നോട്ടെത്തിയപ്പോഴാണ് ഈ വലിയ വൃക്ഷം ഞങ്ങൾ കണ്ടത്. അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഏഴിലും പാലയാണെന്ന്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഏഴിലും പാല ഞാൻ കാണുന്നത്. ഈ കാണുന്ന പൈപ്പ് ലൈൻ കണ്ടില്ലേ? ഇത് മുകളിലുള്ള ചെറിയ ഒരു വാട്ടർ സോഴ്സിൽ നിന്നും താഴെ ഏതോ വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ്. ഈ ചെറിയ ടാങ്കിൽ വെള്ളം ശേഖരിച്ച് അവിടെ നിന്നാണ് പൈപ്പ് താഴോട്ട് പോകുന്നത്. ഇവിടെ കരടിയെ സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ഹിമാലയത്തിൽ ധാരാളം കരടികളുള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നടക്കണമെന്നുള്ള വാർണിംഗ് ഞങ്ങൾ പല ഭാഗത്തും കണ്ടു. കരടിയെ കാണുമ്പോൾ പിന്തിരിഞ്ഞോടാതെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കണമെന്ന് ഗ്രാമീണർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ റോസാച്ചെടിയുടെ പല വെറൈറ്റിയിലുള്ള പൂക്കൾ കണ്ടു. ഹിമാലയത്തിൽ മാത്രം കാണുന്ന റോസാച്ചെടികളാണ് ഇവയിൽ കൂടുതലും. ഇവിടെ പതുക്കെ പോകുക എന്നുള്ളൊരു ബോർഡ്. കുറച്ചു മുന്നിൽ ആർമിയുടെ ട്രെയിനിങ്ങോ മറ്റോ നടക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കണം.
മാനം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ സൗന്ദര്യം ഒരു ഭയങ്കരമാണ്. ഒരു ലഹരി പോലെ നമുക്ക് തലയ്ക്ക് പിടിക്കും ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ. കണ്ടില്ലേ, അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഇതൊക്കെ കാറ്റ് വരുമ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചും ഒക്കെ ഈ മരങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ ഇല പൊഴിയാത്ത മരങ്ങളാണ്. എപ്പോഴും ഈ മരങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും. ഈ നമുക്ക് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് മെയിൻ ഓലിയിലെത്താൻ 2 കിലോമീറ്റർ നടക്കണം. അപ്പോഴവിടെ ഈ GMBൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ജോഷിമഠിലെ GMBN ഗസ്റ്റ് ഹൗസ് താമസിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയും വെടിപ്പുള്ള ഗസ്റ്റ് ഹൗസാണ്. ഇപ്പം നമുക്ക് ഹോം സ്റ്റേ താമസിക്കുന്നതിനോട് താഴെയാണ് താമസിച്ചത്. ഇത് അവിടെ ബോർഡുണ്ട്, ഓലി 2 കിലോമീറ്റർ, ഗസ്റ്റ് ഹൗസ് 2 കിലോമീറ്റർ. ഇനി നമുക്ക് അത്രയും കൂടെ നടക്കാനുണ്ട്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ നടന്ന് കാണും. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് നടത്തുന്നത്. പക്ഷേ രസമുണ്ട് ഈ നടത്തത്തേക്കും. 2 സൈഡിലും നല്ല കാട്, ശാന്തമായ അന്തരീക്ഷം. നമുക്ക് ഈ നിശബ്ദത്തെ വിഭജിക്കുന്നത് വല്ലപ്പോഴും പോകുന്ന ഓരോ വണ്ടികളോ അല്ലെങ്കിൽ കിളികളുടെ കലകളാ ശബ്ദവും മാത്രമാണ്. അതൊന്നുമില്ല. അപ്പം പ്രകൃതി തികച്ചും അനുഗ്രഹിച്ച സ്ഥലമാണ് ഓളി. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയങ്ങളിൽ വരിക. ഒന്ന് ഈ മാർച്ചിൽ ഐസ് കാണണമെങ്കിൽ നല്ല മഞ്ഞുള്ള സമയത്ത് ഇഷ്ടംപോലെ ഐസ് കാണാം. അപ്പോൾ ഈ സ്കീയിങ്ങിൻ്റെ ഒക്കെ തിരക്ക് കുറയും. അല്ലെങ്കിൽ ഈ മാസം, അതായത് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക്. മഴ വന്ന പ്രശ്നം ഈ വഴികളൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം മഴയെ അവോയ്ഡ് ചെയ്യാം. പ്രകൃതി അതിൻ്റെ പൂർണ്ണ ഭംഗി നമുക്ക് കാണാം. മഞ്ഞൊക്കെ നമുക്ക് ദൂരെ കാണാം. ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് നിൽക്കുന്നത്. ഇതാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേറൊരു മര മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തടിയാണ്. അതിൻ്റെ ഇല കണ്ടിട്ട് നമ്മുടെ ഈട്ടിയുടെ ഇലകളുടെ കൂട്ട് നിൽപ്പുണ്ട്. ഇനി ഈട്ടി ആണെന്നും അറിയത്തില്ല. ഭയങ്കര കട്ടിയുള്ള തടിയാണ്. ഇതിൻ്റെ കല്ല് പൊളിക്കുന്നു. തൊട്ടിട്ടൊന്നും അറിയുന്നേ ഇല്ല. നമ്മുടെ കൈ ശരിക്കും വേദനിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള തടിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം കാണാം ഒരുപക്ഷെ ഈ മരത്തിന്. ഇതാ ഇവിടെ ആർമിയുടെ മറ്റോ ട്രെയിനിങ് ഗ്രൗണ്ടാണ്. മരങ്ങളിലൊക്കെ മലയിലൊക്കെ എന്തോ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ മല കയറാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ ആർമിയുടെ? അതെ, അത് തന്നെയാണ്. താഴെ നിന്ന് വടത്തേ കൂടെ കയറി മുകളിലെത്തണം. ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, പ്രിൻസിപ്പിൾ ഓഫ് റോക്ക് ക്ലൈംബിംഗ്. കീപ് ദ ബോഡി സ്ട്രൈറ്റ്, ഡോണ്ട് കീപ് ദ ബോഡി അവേ ഫ്രം ദ റോക്ക്, keeping 3 parts of the body attached to the rock all the time, never jump, testing the grip, mental balance. നല്ല ഉയരത്തിലാണ് ക്ലൈംബ്. എനിക്ക് തോന്നുന്നൊരു 100 അടിയോളം ഉയരം കാണും. 100 ഇല്ലെങ്കിലും 50-60 അടി ഉയരമുണ്ട് ഈ മല ഇങ്ങനെ കയറി. നമ്മൾ മെയിൻ ഓലിയിലാണ് എത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പം ഭയങ്കര ഡെസേർട്ടഡ് ലുക്കാണ്. കാരണം മഞ്ഞില്ലാത്തതുകൊണ്ട് ആരും വരത്തില്ല. പക്ഷേ ഈ സമയത്തും വേറൊരു സൗന്ദര്യമുണ്ട്. നല്ല ക്ലൈമറ്റും ശാന്തമായ സ്ഥലങ്ങളും. ദൂരെ നമുക്ക് മഞ്ഞുമല കാണാം, അടുത്തില്ലെങ്കിലും. മിക്കവാറും കടകളൊക്കെ ഇപ്പോൾ അവധിയാണ്. 2-3 കടകളെ തുറന്നിരിപ്പുള്ളൂ. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും ഇവിടെ. പ്രധാനമായിട്ടും മാഗിയൊക്കെ കിട്ടുന്നത്. കണ്ടില്ലേ? അതാ കണ്ടില്ലേ? ഇവിടെയൊക്കെ ഹോട്ടൽസിൻ്റെ അങ്ങ് തിരക്കാണ്. ഇത്രയും ഇക്കോ സെൻസിറ്റീവായ പ്രദേശത്ത് ഹിമാചലിൽ പോയാൽ ഈ സെയിം പ്രശ്നമാണ്. ഏറ്റവും സെൻസിറ്റീവായ ഏരിയകളിൽ ബിൽഡിങ്ങുകൾ പണിത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതിനുള്ള പ്രശ്നങ്ങളായി കാണുന്നത്. റെസ്ട്രിക്ഷൻ വരുമ്പോഴത്തേനും 100 ബിൽഡിങ്ങുകളായി കഴിഞ്ഞ് പിന്നെ മാറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പ്രകൃതിയായിട്ട് ചേർന്നുള്ള ടൂറിസമല്ല ഏറ്റവും നല്ലത്. ഹോം സ്റ്റേസ് പോലുള്ള 1-2 പേർക്ക് താമസിക്കാവുന്ന ചെറിയ മുറികളൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ ഒരു നല്ല ടൂറിസ്റ്റിന് അത് തന്നെയാണ്. അല്ലാതെ ഈ ബഹളം വെച്ച്
അങ്ങനെയൊക്കെ വരുന്നവർ അവരാണ് ലക്ഷറി നോക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് വേണം, സ്വിമ്മിംഗ് പൂൾ വേണം, അല്ലെങ്കിൽ വിശാലമായ തിണ്ട വേണം. അങ്ങനെയൊക്കെ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ടൂറിന് വരുന്നവരായിരിക്കും മിക്കവാറും ഈ സ്ഥലം കാണാനും എൻജോയ് ചെയ്യാനൊക്കെ വരുന്നത്. ടൂറിസത്തിന് അങ്ങനെ ഒരു മൂടുണ്ടെങ്കിലേ നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ പോലുള്ള വലിയ നാശങ്ങളൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. പ്രത്യേകിച്ചും ഈ ഉത്തരാഖണ്ഡ് പോലെ ഹിമാലയം പോലെയുള്ള ഏറ്റവും സെൻസിറ്റീവായ ഏരിയകളിൽ. ഒന്നുമില്ല, ഒരു ചെറിയ ഡെസ്റ്റിനേഷനാണ്. സ്കീയിങ് ആണ് ഇവിടെ. സ്കീയിങ് ഇല്ലാത്തപ്പോൾ മിക്കവാറും ഈ സ്ഥലങ്ങളൊക്കെ ഓൾമോസ്റ്റ് കാലിയാണെന്ന് ആരും വരാറില്ല. ഗൈഡ്സ്, ഈ ട്രെക്കിങ്ങിനെ കൊണ്ടുപോകുന്ന ഗൈഡ്സ് 1500 രൂപയാണ് അവിടെ ഒരു ദിവസത്തെ ഫീസ്. ഓഫീസിൽ ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്താൽ കുറച്ച് കുറയായിരിക്കും. ബൊഗിയ എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് ഈ ട്രെക്കിങ്ങിന് പോകുന്നത്. ഇന്ന് നമ്മൾ താമസിച്ചു പോയി. ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ എന്നിട്ട് ഈ ട്രെക്കിങ്ങിന് പോകുന്നുണ്ട്. നല്ല വ്യൂസാണ് അത് തരുന്നതെന്നാണ് പറയുന്നത്. തൽക്കാലം ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയും കാണാം നമുക്ക്. ടാറ്റാ, ബൈ ബൈ.